ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയനെ ഗോഡൌണിൽ നിന്നും തിരിച്ച് പ്രൊഡക്ഷനിലെ സൂപ്പർവൈസർ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് മോഹനനും ജയന്തിയും പാർവതിയും സൗസവും കൂടി കൈലാഷിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ പാർവതി പറയുന്നുണ്ട്, മോഹൻ ചേട്ടനും ജയന്തി ചേച്ചിയും സൗസവും കൂടി കൈലാഷ് സാറിനെ കണ്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അതെന്താ പാർവതി, നിനക്ക് പ്രിയനെ വീണ്ടും സൂപ്പർവൈസറായിട്ട് ജോലിയിൽ തിരിച്ചു കയറ്റുന്നതിനോട് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതിയല്ലോ, ഞാൻ അവിടേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ, അത് പറ്റില്ല, നീ കൂടി വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ സൗസോവിനോട് പറയുന്നുണ്ട്, പ്രിയനെങ്ങാനും വന്ന് ചോദിച്ചാൽ, ഞങ്ങളെവിടെയാണ് ചോദിച്ചാൽ നീ ഇക്കാര്യം പറയരുത്, ഞങ്ങൾ കൈലാസ് സാറിനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് നീ ഒരിക്കലും പ്രിയനോട് പറയരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ 3 പേരും കൂടി കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ കൈലാഷിനോട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ പാർവതിയും ജയന്തിയും മോഹനെയും കണ്ടപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മോഹനൻ കാര്യങ്ങളൊക്കെ പറയാണ്. കരുണാകരൻ സാർ പ്രിയനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഗോഡൌണിലേക്ക് പ്രിയനെ മാറ്റിയത് എന്നും അതിന് പകരം സൂപ്പർവൈസറിൻ്റെ പോസ്റ്റിലേക്ക് നന്ദനെ കൊണ്ടുവന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയുമ്പോൾ കൈലാഷ് തന്നെ അങ്ങ് ഞെട്ടാണ്. എന്നോട് ഇക്കാര്യം ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ജയന്തി പറയാണ്, പ്രിയനോടുള്ള ദേഷ്യം കരുണാകരൻ സാറ് തീർത്തതാണ്. കാരണം അന്ന് ഉഷ ചേച്ചിയും നിഷ ചേച്ചിയും കൂടി ഒരു ചിട്ടി നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രിയൻ സംസാരിച്ചില്ലേ, ആ ദേഷ്യമാണ് കരുണാകരൻ സാറ് പ്രിയനോട് തീർത്തിട്ടുള്ളത് എന്ന് പറയട്ടോ. പിന്നെ മോഹനൻ പറയണേ, ഞങ്ങളുടെ ഭാഗത്തു നിന്നും പല തെറ്റുകൾ ഉണ്ടായാലും അതെല്ലാം തന്നെ തിരുത്തി ഞങ്ങളെക്കൊണ്ട് അത് ശരിയാക്കിക്കുന്നത് പ്രിയനാണ്. ഇതുവരെയും പ്രിയൻ അതൊന്നും ഒരു വലിയ കാര്യമാക്കി എടുത്ത് കമ്പനിയെ ബാധിക്കുന്ന തരത്തിലൊന്നും ഇതുവരെയും പെരുമാറിയിട്ടില്ല. അങ്ങനത്തെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പ്രിയൻ കമ്പനിക്ക് വേണ്ടി ഇതുവരെയും പണി ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ പ്രിയനെയാണ് കരുണാകരൻ സാറിൻ്റെ ദേഷ്യം കൊണ്ട് കരുണാകരൻ സാറ് ഗോഡൌണിലേക്ക് പ്രിയനെ മാറ്റിയത് എന്നൊക്കെ പറയട്ടോ. ഈ സമയം സൗസോവിൻ്റെ അടുത്തേക്ക് പ്രിയൻ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സൗസോ എവിടെയാ, ജയന്തിയും മോഹനനൊക്കെ എവിടെ, അവരെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സൗസോ കാര്യം അങ്ങ് പറയുകയാണ്. പ്രിയൻ ചേട്ടനെ വീണ്ടും സൂപ്പർവൈസർ ജോലിയിലാക്കാൻ വേണ്ടി കൈലാഷ് സാറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഉഷയും നിഷയും കൂടിയിട്ട് തലകൊണ്ട് കാണിക്കുന്നുണ്ട് സൗന്ദര്യയോട്, നീ എന്തിനാണ് അത് പറഞ്ഞത്, പറയരുത് എന്നല്ലേ നിന്നോട് മോഹനൻ പറഞ്ഞത്, പിന്നെ എന്തിനാണ് നീ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ നിഷ പറയണേ, സൗന്ദര്യ നീ എന്താ ഈ കാണിച്ചത്, നിന്നോടല്ലേ പറഞ്ഞത് പ്രിയം വന്ന് ചോദിച്ചാൽ ഇക്കാര്യം പറയരുത് എന്ന്, എന്നിട്ട് നീ എന്തിനാ എല്ലാ കാര്യവും പറഞ്ഞത് എന്നങ്ങ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സൗന്ദര്യം, അയ്യോ ഞാൻ മറന്നുപോയി എന്നങ്ങ് പറയട്ടോ. അങ്ങനെ പ്രിയൻ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്കും കൈലാഷ് കരുണാകരനെ വിളിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഓഫീസിൽ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ കരുണാകരൻ സാറിനോട് പ്രത്യേകം പറഞ്ഞതാണല്ലോ, എന്നിട്ട് എന്താണ് കരുണാകരൻ സാർ ഈ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രിയൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ പ്രിയനെ കാണുമ്പോൾ കൈലാഷ് ഫോൺ അങ്ങ് കട്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയനോട് പറയണം, ഞാൻ നിന്നെ കാണാൻ വേണ്ടി, നിന്നത് സംസാരിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു, നിന്നെ കരുണാകരൻ സാർ ഗോഡൌണിലേക്ക് മാറ്റിയല്ലേ, ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ ഒരു വിരോധവുമില്ല, കരുണാകരൻ സാറിന് ഇത്രയും അധികം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ ഒന്നും കാണാതെ കരുണാകരൻ സാർ ഇങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. പിന്നെ ഇതുവരെ രഘുവാണ് ഗോഡൌണിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, രഘു പോയ ശേഷം ഗോഡൌണിൽ അറിയാവുന്ന ഒരാളെയല്ലേ ഗോഡൌണിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റൂ, അപ്പോൾ ഞാനല്ലേ ഇവിടെ ഇപ്പോൾ കുറച്ച് പഴകിയിട്ടുള്ളത്, എനിക്ക് ഗോഡൌണിലെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ അറിയാം. അപ്പോൾ പിന്നെ നന്ദനെ പുതിയ സൂപ്പർവൈസർ ആക്കിയതിൽ ഒരു തെറ്റുമില്ല, കാരണം നന്ദന് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് കമ്പനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നന്ദനെ ഇപ്പോൾ ഗോഡൌണിലേക്ക് മാറ്റുന്നത് ശരിയല്ല, കാരണം അയാൾക്ക് ഗോഡൌണിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അറിയാത്ത ഒരാളെ ഗോഡൌണിലേക്ക് മാറ്റിയിട്ട് അത് ശരിയല്ലല്ലോ എന്നങ്ങ് പറയുന്ന സമയത്ത് പ്രിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജയന്തിയും മോഹനനും പാർവതിയൊക്കെ അതിശയിച്ച് നിന്ന് പോവാൻ കേട്ടോ. എന്താണ് പ്രിയൻ ഇങ്ങനെ, പ്രിയൻ്റെ മനസ്സ് കണ്ടില്ലേ, എന്ത് നല്ല മനസ്സാണ് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ പാർവതിക്ക് ഇങ്ങനെ ഒരു ജോലിയിലാക്കിയിട്ട് പോലും കരുണാകരനെ ഒരു തരത്തിലും പ്രിയൻ ഒന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പോലും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് പാർവതി പ്രിയൻ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. കൈലാഷ് പ്രിയൻ്റെ ആ സംസാരം കേട്ടപ്പോൾ കൈയടിക്കുകയാണ്. ഇത്രയും നല്ല മനസ്സാണല്ലോ പ്രിയൻ്റെ, ഇതുപോലെയുള്ള സ്റ്റാഫുകളെയാണ് ഈ കമ്പനിക്ക് വേണ്ടത് തന്നെ. പ്രിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം, പ്രിയം ഒരു തരത്തിലും കമ്പനിക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ആർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയൻ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ആ നന്ദൻ്റെ ജോലി തന്നെ ഇപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചേനെ. പ്രിയൻ്റെ ഈ വാക്കുകൾ അത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പ്രിയൻ ജയന്തിയോടും മോഹനനോടും പാർവതിയോടും പറയണേ, ഇപ്പം നിങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചില്ലേ, എങ്കിൽ നിങ്ങൾ ഇനി ജോലിയിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് ജയന്തിയും മോഹനനും പോയി കഴിഞ്ഞ ശേഷം പാർവതിയോട് സംസാരിക്കുകയാണ്. എന്തിനാണ് പാർവതി ഇനി അവരോടൊപ്പം ചേർന്ന് ഇക്കാര്യം സംസാരിക്കാൻ വന്നത് എന്ന് പറയുമ്പോൾ, എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, കാരണം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് ഗോഡൌണിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന്, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ്, പക്ഷെ അവരെന്നെ നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയട്ടോ. അപ്പോൾ കൈലാഷ് പറയണ, അവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷേ തൽക്കാലം മുപ്പ് പ്രിയൻ ഗോഡൌണിൽ തന്നെ ജോലി ചെയ്യട്ടെ, എന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസും
കാര്യങ്ങളൊക്കെ നന്ദന് ഈ കമ്പനിയോട് ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് നന്ദനെ ഗോഡൗണിലേക്ക് മാറ്റാം, എന്നിട്ട് പഴയതുപോലെ പ്രൊഡക്ഷൻ സൂപ്പർവൈസറായി പ്രിയനെ തന്നെ നിയമിക്കാം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ പാർവതിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ പാർവതിയും പ്രിയനും ഗോഡൗണിലെ ജോലി ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോവാണ്. അപ്പോൾ ജയന്തിയും മോഹനനും പ്രിയനെയും പാർവതിയെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് മോഹനൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. പ്രിയ, നീ നല്ലവനൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്രയും നല്ലവനായിട്ട് നീ ജീവിക്കേണ്ടിയിരുന്നില്ല. കാരണം ഏതോ ഒരുത്തന് വേണ്ടിയിട്ട് നീ എന്തിനാണ് നിന്റെ സൂപ്പർവൈസർ ജോലി നീ വിട്ടുകൊടുത്തത്? കൂടെ ഉള്ളവനോ കൂടെ ജോലി ചെയ്യുന്നവനോ നിന്റെ പരിചയക്കാരനോ ഒന്നുമല്ലല്ലോ, എവിടെയോ കിടക്കുന്ന ഒരാളാണ്. എന്തിനാണ് നിന്റെ ജോലി അവന് വിട്ടുകൊടുക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നും നിനക്കുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയൻ മോഹനെ അങ്ങ് സമാധാനപ്പെടുത്താണ്. നീ ഇപ്പൊ തൽക്കാലം അത് വിട്ടേക്ക്, നീ വാ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി പോവാണ്. അപ്പോൾ പ്രിയന്റെ ആ ഒരു സംസാരം കാണുമ്പോൾ പാർവതിയുടെ മനസ്സിൽ പ്രിയനോടുള്ള ആ ഒരു അഭിപ്രായം വളരെ കൂടുതലായി വരികയാണ്. പ്രിയനോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും പാർവതിക്ക് തോന്നുകയാണ്. പിന്നീട് കരുണാകരൻ നന്ദനുമായിട്ട് സംസാരിക്കുകയാണ്. കമ്പനിയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കമ്പനിയിലെ സ്റ്റാഫുകളോട് നല്ല സ്നേഹത്തോടെ കൂടിയൊന്നും പെരുമാറണ്ട, നിന്നെ കണ്ടാൽ എല്ലാവരും പേടിക്കണം, അങ്ങനത്തെ രീതിയിലാവണം നീ അവരോട് പെരുമാറേണ്ടത്. പിന്നെ ജോലി സമയങ്ങളിൽ ആരും തന്നെ ഫോൺ എടുക്കാനൊന്നും പാടില്ല, അങ്ങനെ വല്ലവരെയും കണ്ടാൽ നീ അപ്പം തന്നെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോളണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നന്ദനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മാത്രമാണ് പണി നടക്കുകയുള്ളൂ. പിന്നെ ഞാനിപ്പോൾ നിന്നെ സൂപ്പർവൈസറായി നിയമിച്ചത് കൊണ്ട് ഈ കമ്പനിക്ക് ഗുണമാണ് ഉണ്ടാവേണ്ടത്. ഇതുവരെ പ്രിയൻ ചെയ്ത ജോലിയേക്കാളും ഇരട്ടി ലാഭം ഈ കമ്പനിക്ക് വരണം, അതാണ് നിന്നെ വെച്ചതുകൊണ്ട് ഇവിടെ കമ്പനിക്ക് വേണ്ട ഉപയോഗം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്ദൻ പറയാണ്, കരുണാകരൻ സാർ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ സ്റ്റാഫുകളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ സ്കൂൾ കുട്ടികളൊന്നുമല്ലല്ലോ, അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ട് തന്നെ എല്ലാ ജോലികളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതാവുമ്പോൾ ഒരു പരിഭവവും ഉണ്ടാവില്ല, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഈ കമ്പനിയിൽ പുതിയതായിട്ടുള്ള നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കുകയാണെങ്കിൽ അവർ നിന്റെ തലയിൽ കയറി ഇരിക്കില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടുത്തെ സ്റ്റാഫുകളോട് പെരുമാറിക്കഴിഞ്ഞാൽ അവരാണ് നിനക്കിട്ട് പണി തരാൻ പോകുന്നത്, അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കരുണാകരൻ പോവാണ്. അപ്പോഴാണ് അവിടേക്ക് പാർവതി തുണിക്കെട്ടുമായിട്ട് തയ്ക്കാനുള്ള തുണിക്കെട്ടുമായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് തുണിക്കെട്ടുകളുമായിട്ട് വന്ന് പാർവതി ഓരോ സ്റ്റാഫുകൾക്കും ഓരോ കെട്ട് വീതം കൊടുക്കുന്നത് നന്ദൻ കാണാൻ കേട്ടോ. അപ്പോൾ നന്ദൻ പാർവതിയെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോ നമ്പറുകൾ ഇറക്കി തുടങ്ങുകയാണ്. അപ്പോൾ നന്ദൻ പറയാണ്, എന്താണ് പാർവതി നീ ഈ കാണിക്കുന്നത്? ഇത്രയും തോനെ തുണിക്കെട്ടുകളൊക്കെ നീ എന്തിനാണ് തനിച്ച് ഏറ്റി വരുന്നത്? നിനക്ക് രണ്ട് പീസേച്ച് എടുത്ത് കൊടുത്താൽ പോരെ സ്റ്റാഫുകൾക്ക് എന്ന് പറയുമ്പോൾ, അത് പിന്നെ സാർ ഓരോ തവണയും ഇതുപോലെ എടുത്തുകൊണ്ട് വരണ്ടേ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണെന്ന് പറയുമ്പോൾ, എന്ന് കരുതിയിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഇത്രയും ഭാരങ്ങളൊക്കെ ഏറ്റു വരുന്നത് അത് നിനക്ക് ശരിയല്ല, അത് നീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല സാർ, ഞാനിത് ഓരോരുത്തർക്കും പല തവണയായിട്ട് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുമ്പോൾ അത്രയും സമയം വേസ്റ്റ് ആവുമല്ലോ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസർ, അതുകൊണ്ട് പാർവതി ഇനി മുതൽ ഓരോ സ്റ്റാഫുകൾക്കും 2 കെട്ട് വീതം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ളതിനൊക്കെ ഉള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തുകൊണ്ട് മറ്റു ചില കമ്പനികളിലൊക്കെ സ്റ്റാഫുകൾ ഇങ്ങനെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഉപകരണങ്ങൾ അവരുടെ അടുത്തുണ്ട്, പക്ഷേ ഇവിടെ അതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പതിയെ അതെല്ലാം ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറയട്ടെ. അപ്പോൾ പാർവതിയോട് ഇതെല്ലാം സംസാരിക്കുന്നത് പ്രിയൻ അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ പ്രിയന് നന്ദൻ്റെ ഈ ഒരു തീരുമാനം ഒരുപാട് ഇഷ്ടമാവാൻ കേട്ടോ. പാർവതിയുടെ കഷ്ടപ്പാട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള നന്ദൻ്റെ ആ ഒരു ഐഡിയ നല്ലതാണ് എന്നാണ് പ്രിയൻ മനസ്സിൽ കരുതുന്നത്. അപ്പോഴാണ് കരുണാകരൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ കരുണാകരൻ ചോദിക്കുകയാണ്, എന്താണ് നന്ദ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അല്ല പാർവതി ഇത്രയും അധികം തുണിക്കെട്ടുകളുമായിട്ട് ഈ പടികളൊക്കെ കയറി വരുമ്പോൾ എത്രമാത്രം അധികം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ 2 വീതം എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ കമ്പനിയിൽ നല്ലതുപോലെ ജോലി ചെയ്യണം, പണം വാങ്ങുന്നവർ നല്ല കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യണം, അതാണ് എൻ്റെ പോളിസി എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല സാർ, നമ്മുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടേ, അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇനി ഇവിടെ വിപുലീകരിക്കാൻ പോകുന്നുണ്ട് എന്നും പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ കരുണാകരൻ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുകയാണ്, ഇവനെ ജോലിയിൽ നിയമിച്ചത് ഞാനൊരു തെറ്റായ തീരുമാനമാണോ എടുത്തത്? ഇവൻ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിക്കുന്നതും പെരുമാറുന്നതും, നോക്കാം ഇവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അങ്ങനെ എനിക്ക് പറ്റാത്ത രീതിയിലാണ് ഇവൻ്റെ പുറപ്പാടെങ്കിൽ ഇവനെ ഞാൻ അങ്ങ് സൂപ്പർവൈസർ സ്ഥാനത്ത് നിന്നങ്ങ് പിരിച്ചുവിടും എന്നൊക്കെ മനസ്സിൽ കരുണാകരൻ ചിന്തിച്ചു കൂട്ടണം. പിന്നീട് കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദൻ വരികയാണ്. എന്നിട്ട് അവരോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. നന്ദനെ കണ്ടതോടുകൂടി മോഹനനും അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ദേഷ്യം വരികയാണ്. പ്രിയൻ്റെ ജോലി തെറിപ്പിച്ചിട്ട് ഇപ്പോൾ നല്ലവനായി വന്നിരിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് നന്ദനെ എല്ലാവരും നോക്കുന്നത്. അങ്ങനെ നന്ദൻ പറയാണ്, എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ബിരിയാണിയുമായിട്ടാണ്
ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും കുറേശ്ശെ തരാൻ വേണ്ടി ഞാൻ അമ്മയോട് അധികം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് കഴിക്കാമെന്ന് പറയുന്ന സമയത്ത് ജയന്തിയും മോഹനനും പറയണ, ഞങ്ങൾക്കൊന്നും നിൻ്റെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണിയൊന്നും വേണ്ട, ഞങ്ങളൊന്നും നോൺ വെജ് കഴിക്കാറില്ല ഈ സമയത്തൊന്നും എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുന്ന സമയത്ത് അത് പ്രിയനും പാർവതിക്കും വല്ലാത്ത ഒരു വിഷമം വരിക കേട്ടോ. നന്ദനെ എല്ലാവരും ഇതുപോലെ ഒഴിവാക്കുന്നതും കുറച്ച് മോശമായി സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ പ്രിയൻ്റെ തൊട്ടടുത്ത് തന്നെ നന്ദൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മോഹനൻ അതിനും സമ്മതിക്കുന്നില്ല. ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല, ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നന്ദനെ അവിടെ ഇരുത്താൻ സമ്മതിക്കാതെ മോഹനൻ അവിടെ നിന്നും പറഞ്ഞു വിടാൻ കേട്ടോ. അപ്പോൾ പ്രിയൻ പറയാണ്, എന്താ മോഹന നീ ഈ കാണിക്കുന്നത്? നമ്മളെപ്പോലെ ഒരു കമ്പനിയിലെ സ്റ്റാഫ് തന്നെയാണല്ലോ, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഈ കമ്പനിയിലേക്ക് ഓരോരുത്തരും പുതുതായി വരുന്ന സമയത്ത് നിങ്ങൾ അവരോടൊന്നും ഇങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നന്ദനോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെ പോലെ ഒന്നുമല്ല, ഇവനെ കാണുമ്പോഴേ എനിക്ക് കലിപ്പാണ് വരുന്നത്, ഇവൻ്റെ ഉദ്ദേശം ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് ജയന്തി അടക്കം പറയട്ടോ. അങ്ങനെയല്ല, നിങ്ങളെല്ലാവരും ഇവനോട് നല്ലതുപോലെ തന്നെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. കാരണം ഇവൻ എന്ത് തെറ്റ് ചെയ്തു? കരുണാകരൻ സാറല്ലേ ഇവിടെ കമ്പനിയിൽ ഇവനെ ജോലിക്ക് നിയമിച്ചത്, പിന്നെ എന്തിനാണ് നന്ദനോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് പ്രിയൻ നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. ബ്രോ നിങ്ങൾ ഇവിടെ നിന്നോട് കഴിക്കുകയൊന്നും വേണ്ട, ഇവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് പ്രിയൻ നന്ദനെ അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ. അപ്പോൾ പ്രിയൻ്റെ അത്രയും നല്ല മനസ്സ് കാണുമ്പോൾ പാർവതി ഓരോ പ്രാവശ്യവും പ്രിയൻ്റെ മനസ്സും പ്രിയൻ്റെ പെരുമാറ്റവും കൂടുതൽ അത് പാർവതിയുടെ മനസ്സിലേക്ക് കൂടുതൽ ഇഷ്ടം വന്നു തുടങ്ങുകയാണ്.